ഹായ് നമസ്കാരം പ്രിയപ്പെട്ടവരെ. 250 വർഷങ്ങൾക്ക് ശേഷം കേരളത്തിലെ മലപ്പുറം ജില്ലയിൽ മഹാകുംഭമേളയ്ക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ്. മേളയിൽ കൊടി കയറ്റിയത് നമ്മുടെ സാക്ഷാൽ ഗവർണറായിരുന്നു. ഏതായാലും വലിയ ഒരു ജനാവലിയോട് കൂടിയായിരുന്നു ആ ഒരു മഹത്തായിട്ടുള്ള ഹൈന്ദവ മത വിശ്വാസത്തിൻ്റെ ആചാരപ്രകാരമുള്ള ആ ഒരു കുംഭമേളയ്ക്ക് കൊടിയേറിയത്. ഇനി മലപ്പുറം ജില്ലയിലേക്ക് ലക്ഷക്കണക്കിന് ആളുകൾ ഒഴുകിയെത്തും. നീണ്ടു നിൽക്കുന്ന 2 ആഴ്ച ഇനി മലപ്പുറം ജില്ലയിൽ തിരുനാവായിൽ വലിയ രീതിയിലുള്ള ആഘോഷ പരിപാടികളാണ് അവിടെ നടക്കാൻ പോകുന്നത്. എന്തായാലും ഈ കുംഭമേള വരുന്നതിന് തൊട്ട് മുമ്പ് തന്നെ ചില വേട്ടാവളിയന്മാരായിട്ടുള്ള കാഷായ വസ്ത്രം ധരിച്ചിട്ടുള്ള വിവരം കെട്ട വിവരദോഷികൾ വന്നിട്ട് മലപ്പുറം ജില്ലയിലെ ജനങ്ങളെ കുറിച്ചിട്ട് വളരെ മോശമായിട്ടുള്ള ഒരു പരാമർശം, ഒരു വർഗീയ പരാമർശം നടത്തി. അതായത് ഈ കുംഭമേള മുസ്ലിങ്ങൾ തടയും എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു വാർത്ത. ശരിക്കും എന്താണ് ഈ കുംഭമേള തടയാനായിട്ടുള്ള മെയിൻ റീസൺ, കാരണം എന്നൊക്കെ ഉള്ളത് ചില സംഘിപ്പൊട്ടന്മാർക്കെങ്കിലും മനസ്സിലാകാതിരുന്നിട്ടില്ല കേട്ടോ. അത്തരത്തിൽ മനസ്സിലാക്കിയ ഒരാൾ ഇന്നൊരു വീഡിയോയുമായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു വീഡിയോ ഒന്ന് കണ്ടേക്കാം. പിന്നെ ഇതിനകത്ത് ഇവൻ പറയുന്ന ചില കാര്യങ്ങളോട് നമുക്ക് യോജിക്കാതിരിക്കാൻ പറ്റത്തില്ല. കാരണം കൃത്യമായിട്ടൊരു മലപ്പുറം ജില്ലയിൽ താമസിക്കുന്നുള്ളത് കൊണ്ടും കാളി മീഡിയയുടെ ഈ സംഘിക്കുട്ടൻ പറയുന്നത് എനിക്ക് ഒരുപാട് എന്താ പറയുക, ചില കാര്യങ്ങളോട് എനിക്ക് യോജിക്കേണ്ട ഒരു സംഭവം ഉണ്ട്. കാരണം മലപ്പുറം ജില്ല എന്താണെന്നും മലപ്പുറം ജില്ലയിലെ ജനങ്ങൾ എന്താണെന്നുള്ളതൊക്കെ നമ്മൾ വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കി തന്നിട്ടുണ്ട്. ഇതിനു മുമ്പും 55% വരുന്നത് മുസ്ലിങ്ങളാണ്, ബാക്കി 45% ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും എല്ലാം ഏകോദര സഹോദരങ്ങളെ പോലെ കഴിയുന്ന ഒരു സംസ്ഥാനമാണ് നമ്മുടെ മലപ്പുറം ജില്ല. അപ്പോൾ ആ മലപ്പുറം ജില്ലയിലെ മുസ്ലിം സമൂഹത്തെ കുറെ കാലമായിട്ട് അവരെ വർഗീയപരമായിട്ട് ചാപ്പ കുത്തിക്കൊണ്ടിരിക്കുന്ന ചില പുഴുത്ത ജന്മങ്ങൾ, അതായത് നമ്മുടെ ഗുരുദേവന്റെ ആദർശങ്ങളെയൊക്കെ വിറ്റ് ജീവിക്കുന്ന ചില വേട്ടാവളിയന്മാരുണ്ടല്ലോ. അപ്പം ഈ RSSന്റെയും സംഘപരിവാറിന്റെയൊക്കെ ആശയം ഉൾക്കൊണ്ടുകൊണ്ട് ഇവിടുത്തെ ഒരു ജനസമൂഹത്തെ മൊത്തം അടച്ചാക്ഷേപിക്കുന്ന ഇതുപോലുള്ള വേട്ടാവളിയന്മാർക്ക് എപ്പോഴെങ്കിലുമൊക്കെ തലയ്ക്ക് ബോധമൊക്കെ വീഴും. അപ്പൊ അത്തരത്തിൽ ചെറുതായിട്ട് കേട്ടോ, ഒരുപാടൊന്നുമില്ല, അങ്ങനെ ഒരുപാടൊക്കെ ആവണമെന്നുണ്ടെങ്കിൽ നല്ലൊരു മനുഷ്യനായിട്ട് ജനിക്കണം. അപ്പൊ അത്രത്തോളമൊന്നുമില്ല, എങ്കിലും നിങ്ങൾ ഇതൊന്ന് കേട്ടു നോക്കുക. ഇതിനകത്ത് ചില വെല്ലുവിളി പരാമർശങ്ങളും ഒക്കെ നടത്തുന്നുണ്ട്. എന്താണെങ്കിലും ചേട്ടൻ പറഞ്ഞ ചില കാര്യങ്ങളൊക്കെ നമുക്കത് അംഗീകരിച്ചു കൊടുക്കാതിരിക്കാൻ പറ്റത്തില്ല. എന്താണ് നമ്മുടെ കാളിച്ചേട്ടൻ പറയുന്നത് എന്ന് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരായിട്ടുള്ള നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കണ്ടതിന് ശേഷം കൃത്യമായിട്ടുള്ള മറുപടി കൊടുക്കണം കേട്ടോ. വീഡിയോയിലേക്ക് പോകാം. മലപ്പുറം ജില്ലയിൽ നടക്കുന്ന കുംഭമേള, ഇതുമായി ബന്ധപ്പെട്ട് ഒരു ചാനൽ അവിടെ പോയിട്ട് ഇൻ്റർവ്യൂ ചെയ്യുന്നുണ്ട് പല ആളുകളെയും, മുസ്ലിങ്ങളായിട്ടുള്ള ആളുകളെ. അവരോട് കുംഭമേളയെക്കുറിച്ച് എന്താണ് അഭിപ്രായം എന്നാണ് ചോദിക്കുന്നത്. പല ആളുകളും പറയുന്നത് കുംഭമേള വരണം, ഞങ്ങളത് കാണാൻ ആഗ്രഹിക്കുന്നുണ്ട്, ഞങ്ങളൊക്കെ ഇത് പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ, അത് വരട്ടെ. മലപ്പുറം ജില്ല എന്ന് പറയുന്നത് എല്ലാ വിശ്വാസങ്ങളെയും സ്വീകരിക്കുന്നവരാണ്, ഞങ്ങളിതിനൊന്നും എതിരല്ല എന്ന് മുസ്ലിം സമൂഹത്തിനെ കൊണ്ട് പറയിപ്പിക്കുകയാണ്. ഇത് പറയിപ്പിക്കേണ്ട കാര്യമില്ല. ഒരു ചാനലുകാരൻ പോയിട്ട് അവിടെ പോയിട്ട് ഇതിങ്ങനെ ഇൻ്റർവ്യൂ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. മലപ്പുറം എന്ന് പറയുന്നത് അങ്ങനെയൊക്കെ തന്നെയാണ്. കാരണം ഇവിടെ സാധാരണ ജനങ്ങൾക്കൊന്നും തന്നെ വർഗീയമായിട്ടുള്ള ചിന്താഗതികളൊന്നുമില്ല. ഇവരെ ഉള്ളിൽ വർഗീയത കുത്തിക്കയറ്റി കൊടുക്കുന്നത് മത പണ്ഡിതന്മാരാണ്, അല്ലെങ്കിൽ STPI പോലുള്ള രാഷ്ട്രീയ എന്താ പറയുക സംഘടനകളാണ്. അല്ലാത്ത മലപ്പുറം ജില്ലയിലെ സാധാരണക്കാർക്കൊന്നും ഈ പറയുന്ന വിഷങ്ങളൊന്നുമില്ല. ഉള്ളത് ഇവരെ ഉള്ളിലോട്ട് അടിച്ചു കയറ്റുന്ന, അല്ലെങ്കിൽ 50% മുസ്ലിങ്ങളുണ്ടെങ്കിൽ അതിൽ ഒരു 20% മുസ്ലിങ്ങൾക്കുള്ളിലോട്ട് ഈ വർഗീയപരമായിട്ടുള്ള കാര്യങ്ങൾ കുത്തിക്കയറ്റി കൊടുക്കുന്നത് ഇവിടുത്തെ മത പണ്ഡിതന്മാരാണ്. ആ ഒരു വിഷയമാണ് മലപ്പുറം ജില്ലയിലുള്ളൂ. അല്ലാതെ മലപ്പുറം ജില്ലയിൽ ഒരു ഉത്സവം നടക്കുന്നത് കൊണ്ടോ അല്ലെങ്കിൽ ഒരു കുംഭമേള നടക്കുന്നത് കൊണ്ടോ അവിടെ മുസ്ലിങ്ങൾക്ക് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നുമില്ല. ഇന്ന് ഞാനൊരു പോസ്റ്റ് ഇട്ടിരുന്നു, ഏതൊരാൾ പറഞ്ഞു കേട്ടു, കുംഭമേള മുടക്കിയത് മുസ്ലിങ്ങളാണ് എന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ട്. സത്യത്തിൽ അങ്ങനെ പ്രചരിപ്പിച്ചിരുന്നോ എന്ന് എനിക്കറിയില്ലായിരുന്നു. അങ്ങനെ ഞാൻ പോസ്റ്റ് ഇട്ടപ്പോൾ ഒരു സ്വാമീജി അങ്ങനെ പറഞ്ഞത് കണ്ടു. മത പണ്ഡിതന്മാർ എന്ന് നീ ഉദ്ദേശിച്ചത് ആരെയാണാവോ? ഏത് മതത്തിൽപ്പെട്ടവരാണോ ഇവരുടെ മനസ്സിലേക്ക് വർഗീയത കുത്തി നിറയ്ക്കുന്നത്? ശരിക്കും ഇത് അണ്ടിമുക്ക് ശാഖയിലല്ലേ നടക്കുന്നത്? കുഞ്ഞു മനസ്സുകളിലേക്ക് ഒരു സമുദായത്തെ കുറിച്ചിട്ടുള്ള അന്ധമായിട്ടുള്ള ആ ഒരു വിരോധം ഈ കുഞ്ഞുങ്ങളുടെ മനസ്സിലേക്ക് ചെറുപ്പം മുതലേ കുത്തി നിറയ്ക്കുന്ന, അല്ലെങ്കിൽ ഇഞ്ചക്ട് ചെയ്ത് കൊടുക്കുന്നത് സംഘപരിവാറിൻ്റെ ഈ പറയപ്പെടുന്ന ട്രൗസർ ഇട്ടിട്ട് നടക്കുന്ന ശാഖകളിലല്ലേ അണ്ണ ഇതൊക്കെ പറഞ്ഞു കൊടുക്കുന്നത്. അതുകൊണ്ട് അത്തരത്തിലുള്ള വലിയ വർത്തമാനങ്ങളൊന്നും അണ്ണം പറഞ്ഞു പോകണ്ട. മലപ്പുറം ജില്ലയിലെ ജനങ്ങളെ കുറിച്ചിട്ട് അണ്ണം പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് രാഷ്ട്രീയ താല്പര്യം, രാഷ്ട്രീയ നേട്ടമൊക്കെ എല്ലാവരും എടുക്കുന്നുണ്ടല്ലോ, അത് സ്വാഭാവികം. ഇനി ബാക്കിയോടെ കേട്ടോ. കുംഭമേള മുടക്കാൻ ഇത് ആരുടെയും ബാപ്പയുടെ സ്ഥലമല്ല എന്നൊക്കെ പറഞ്ഞിട്ട് വെറുതെ ഒരാവശ്യമില്ലാതെ കോട്ട് ചെയ്യണം മുസ്ലിങ്ങളെ. ഒരു കാര്യമില്ല. കാരണം ഒരു മുസ്ലിങ്ങളും കുംഭമേളയ്ക്കെതിരായിട്ട് എവിടെയും വന്നില്ല. കുംഭമേളയ്ക്ക് സ്റ്റേ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവിടുത്തെ തഹസിൽദാരായിട്ടുള്ള ആളാണ്, അയാളൊരു മുസ്ലിമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അതെന്തൊക്കെയോ ഈ പറയുന്ന പാലത്തിന് ഉറപ്പ് പോരാന്നോ അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞിട്ടാണ്, അല്ലെങ്കിൽ കുറുകെ ഭാരതപ്പുഴയ്ക്ക് കുറുകെ പാലം കിട്ടുന്നതുകൊണ്ടൊക്കെയാണ് പറയുന്നത്.
ഇതെന്താ വെച്ചാൽ വിവാദമാക്കുക എന്നുള്ളതാണ്, വേറെ കാര്യമൊന്നുമില്ല. ഇന്ന് ഞാൻ അവിടെ പോയിരുന്നു, അവിടുത്തെ സ്ഥലം സന്ദർശിച്ചു. ഒരു കുഴപ്പം അവിടെ ഇല്ല. രക്ഷണം കുടുംബത്തിന്റെ വാളണ്ടിയേഴ്സ് കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്, അവിടെ വേണ്ട കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ചുമ്മാ ഇതൊരു കഥ ഉണ്ടാക്കുക എന്നുള്ളതാണ്. മലപ്പുറം ജില്ലയെ സംബന്ധിച്ചിടത്തോളം മഹാകുംഭമേള 2028 നടക്കും. ഇതെല്ലാം വളരെ ഭംഗിയായിട്ട് മുന്നോട്ട് പോകും. ആരും അവിടെ ആരെയും തടുക്കില്ല. അങ്ങനെ തടുക്കാൻ പറ്റുന്നൊരു മണ്ണല്ല അത്. കാരണം അതൊരു പ്രത്യേക മതത്തിന്റെ അല്ലെങ്കിൽ പ്രത്യേക രാഷ്ട്രീയത്തിന്റെ ഒന്നും ഉടമസ്ഥതയിലുള്ള മണ്ണല്ല എന്നുള്ളതാണ്. അങ്ങനെ ഒരു കൂട്ടർ തടുക്കുമെന്ന് ചിന്തിക്കുന്നത് തന്നെ ഭീരുത്വമല്ലേ. ഞാനതാ പറയുന്നത്. മലപ്പുറം ജില്ലയിൽ ഈ പറയുന്ന കുംഭമേള നടക്കുമ്പോൾ അതിനെ തടുക്കാൻ ഒരു ടീം ഉണ്ടാവുക എന്ന് പറയുന്നത് തന്നെ ഹിന്ദുക്കളുടെ ഭീരുത്വമാണ്. മനസ്സിലായില്ലേ? അങ്ങനെ ഒന്നും പറയാതിരിക്കുമോ ദയവ് ചെയ്തിട്ട്? അങ്ങനെയൊക്കെ പറയുമ്പോൾ ഹിന്ദുക്കളൊന്നും അല്ലാണ്ടാവുകയാണ്. മലപ്പുറം ജില്ലയെ സംബന്ധിച്ചിടത്തോളം ആർക്കും ഒരു വിഷയമല്ല. ഇനി പറഞ്ഞ് പരത്ത വിഷയങ്ങൾ ഉണ്ടാക്കരുത് ദയവ് ചെയ്ത്. ഞാനൊരു മലപ്പുറംകാരനാണ്, എനിക്കറിയാം എൻ്റെ മലപ്പുറത്തെക്കുറിച്ച്. അവിടെ കുംഭമേള നടക്കും, അവിടെ എന്താ പറയുക കൊണ്ടോട്ടി നേർച്ച നടക്കും, അവിടെ എല്ലാം നടക്കും. അവരെ മതത്തെ അനുബന്ധിച്ചുള്ള എല്ലാ കാര്യങ്ങളും, അതിനൊന്നും അവിടെയും തടസ്സമൊന്നുമില്ല. തടസ്സപ്പെടുത്തുന്ന ചില ശക്തികളാണ്. അത് ഈ വക വിഷയങ്ങളിലോട്ടൊന്നും ആ തടസ്സം വരില്ല. അതൊക്കെ വേറെ ഏരിയകളാണ്. അതിലൊക്കെ ചിലപ്പോൾ പല രീതിയിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, ഇല്ല ഒന്നുമല്ല. പക്ഷേ ഇത് സംബന്ധിച്ച്, കുംഭമേളയെ സംബന്ധിച്ച് അവിടുന്ന് ഒരു പള്ളി കമ്മിറ്റിയും, അതായത് കുംഭമേള നടത്തുന്ന ഈ സ്ഥലത്തിലോട്ട് ഇറങ്ങിപ്പോകുന്ന ഈ പാലം കെട്ടിയിരിക്കുന്ന, അതായത് ഭാരതപ്പുഴയിലോട്ട് സ്നാനം ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയെടുത്തിട്ടുള്ള പാലം കെട്ടിയത് തന്നെ ഒരു പള്ളിയുടെ മുമ്പിലൂടെയാണ്. ഒരാളും സ്റ്റേ ചെയ്യില്ല, ഒരാളും സ്റ്റേക്ക് വേണ്ടി എന്താ പറയുക ശബ്ദിക്കില്ല. മനസ്സിലാവുന്നുണ്ടോ? അത് ചുമ്മാ പറഞ്ഞു വരത്തിട്ട് വലിയ ഭീതി ഉണ്ടാക്കണ്ട. കുംഭമേള ഭംഗിയായിട്ട് നടത്തും. മനസ്സിലായില്ലേ? അതിനാരും വന്നിട്ട് തുരങ്കം വെക്കണ്ട. മുസ്ലിങ്ങളൊന്നും അവിടുത്തെ ഒരു മുസ്ലിമും കുംഭമേളയ്ക്കെതിരെ സംസാരിക്കും. സോഷ്യൽ മീഡിയ കൂടെ വന്നിട്ട് ചില വാണങ്ങൾ കത്തുന്നത് കണ്ടിട്ട് നിങ്ങൾ അതിന്റെ കൂടെ കത്താൻ നിൽക്കണ്ട. അവന്മാർ ഫേക്ക് ഐഡിയിൽ വന്ന് തോൽക്കുന്നതാണ്. മനസ്സിലായോ? അത് ബുദ്ധിയുള്ള ആളുകൾ എന്ത് ചെയ്യണം? ഹിന്ദുക്കളായിട്ടുള്ള ആളുകൾ എന്താ ചിന്തിക്കേണ്ടത്? ഒരു ഹിന്ദുവിന്റെ പ്രോഗ്രാം തടുക്കാൻ മാത്രം ശക്തിയുള്ള ഒരു മറ്റു മതസ്ഥർ ഇവിടെ ഉണ്ടോ എന്ന് ആദ്യം സ്വയം ചിന്തിക്കേണ്ടത്. നമ്മൾ അങ്ങനെ ഒരു ശക്തി ഇല്ല, അത് മനസ്സിലാക്കുക. അതാണ്, അങ്ങനെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് വീരത്വമാണ്. മനസ്സിലായോ? മലപ്പുറത്തിന്റെ മണ്ണിൽ എന്തായാലും ആ കളിയൊന്നും നടക്കില്ല. മലപ്പുറം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. അപ്പോൾ ശരി എന്നാ. അപ്പോൾ എല്ലാവരും വരിക, കുംഭമേളയ്ക്ക് പങ്കെടുക്കുക. എല്ലാ ആളുകളും വരിക, കുംഭമേള എന്താണെന്ന് കണ്ടറിയുക. ഹിന്ദുവിന്റെ എന്ത് ആചാരമാണ് അവിടെ നടക്കുന്നത്, എങ്ങനെയൊക്കെയാണ് അവിടെ നടക്കുന്നത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. എന്നിട്ട് എന്താ പറയുക, അടുത്ത കുംഭമേളയ്ക്ക് വേണ്ടി കാത്തിരിക്കുക എല്ലാവരും. ഇപ്പോൾ ഈ പറയുന്ന പോലെ നമുക്ക് നോർത്തിലൊന്നും പോയി സ്നാനം ചെയ്യാൻ അറിയാത്ത അല്ലെങ്കിൽ കഴിയാത്ത ആളുകളുണ്ട്. അവരൊക്കെ എന്ത് ചെയ്യുക, അങ്ങോട്ട് വരിക, ഇവിടെ വന്നിട്ട് ചെയ്യുക. ഓക്കെ, അപ്പൊ ശരിയെന്ന്. അപ്പൊ നമ്മുടെ കാളിയണ്ണൻ പറഞ്ഞത് കേട്ടല്ലോ അല്ലേ? ഈ ഹിന്ദുക്കളുടെ മൊത്തത്തിലുള്ള അട്ടിപ്പേർ അവകാശം നിനക്ക് ആരും എഴുതി തന്നിട്ടില്ല. പിന്നെ നല്ലവരായിട്ടുള്ള ഒരു ഹിന്ദുക്കളും ഈ ഒരു സംഭവത്തെ കുറിച്ചിട്ട് ഒരു അക്ഷരം പോലും വേണ്ടിയിട്ടില്ല. ഇതിന് വലിയ രീതിയിലുള്ള റീച്ച് കിട്ടാൻ വേണ്ടി നിന്റെയൊക്കെ ഇനത്തിൽപ്പെട്ടിട്ടുള്ള ചില മരവാണങ്ങളായിട്ടുള്ള കാഷായ വസ്ത്രം ധരിച്ച ചില വേട്ടാവളിയന്മാരാണ് മാധ്യമങ്ങളുടെ മുമ്പിൽ വന്നിരുന്നുകൊണ്ട് വെല്ലുവിളിച്ചത്. ഇതൊരുത്തൻ്റെയും ബാപ്പായുടെ വകയല്ല, അല്ലെങ്കിൽ ഇത് ഒരുത്തന്റെ അല്ല എന്നുള്ള. അപ്പൊ ഞങ്ങളും പറയാൻ ആഗ്രഹിക്കുന്നത് ഇത് ഒരുത്തന്റെ വകയല്ല. മലപ്പുറം ജില്ല എന്ന് പറയുന്നത് താലിബാനൊന്നും അല്ലല്ലോ. ഈ ഇന്ത്യ മഹാരാജ്യത്ത് കേരളത്തിലുള്ള ഒരു ചെറിയൊരു സംസ്ഥാനമാണല്ലോ. ഇവിടെ നിയമപരമായ രീതിയിൽ ആർക്കും ആരുടെ വിശ്വാസത്തെയും ആരുടെ പ്രാർത്ഥനകളും നടത്താനായിട്ടുള്ള അവകാശമൊക്കെ ഉണ്ട്. പിന്നെ ഒരു നിയമ സംവിധാനം നമ്മുടെ നാട്ടിലുണ്ട്. ആ ഒരു പരിപാടി നടക്കുമ്പോൾ അതിന് വേണ്ട സൗകര്യങ്ങളും സേഫ്റ്റിയും വരുത്തുന്നുണ്ടോ എന്ന് നോക്കേണ്ടത് സംസ്ഥാനത്തിന്റെ സർക്കാരാണ്. അവരാണ് അനുമതി കൊടുക്കുന്നതും അനുമതി നിഷേധിക്കുന്നതും. അതെല്ലാ പരിപാടികളും നടന്നിട്ടുണ്ട്. ഇതിനു മുമ്പും പല മതവിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ആൾക്കാരുടെ പരിപാടികൾ നടക്കുമ്പോൾ കൂടുതൽ ആളുകൾ എത്തുകയാണെന്നുണ്ടെങ്കിൽ അതിന് സ്ഥലം നിഷേധിച്ചിട്ടുണ്ട്. അതൊക്കെ വലിയ രീതിയിൽ ഒരു ചർച്ച ചെയ്ത് ഇവിടുത്തെ മുസ്ലിങ്ങളാണ് എന്ന് പറഞ്ഞു വരുത്താൻ ശ്രമിച്ച ചില വേട്ടാവളിയന്മാരും നിന്റെയൊക്കെ ഇനത്തിൽപ്പെട്ടവർ തന്നെയാണ്. അപ്പൊ എന്തായാലും ഇത് ഉൾക്കൊണ്ട കാളിയണ്ണന് വലിയൊരു സല്യൂട്ട് കൊടുക്കുക. പിന്നെ അണ്ണന്റെ ചെറിയ ചെറിയ വെല്ലുവിളികളൊക്കെ ഉണ്ട്, അതൊക്കെ അവിടെ കിടക്കട്ടെ. കാരണം അത് അണ്ണന്റെയൊക്കെ മനസ്സിലുള്ള ഒരു വ്യാമോഹമല്ലേ. ഇവിടെ ആരും ആരുടെ വിശ്വാസത്തിനും എതിരല്ല. പക്ഷേ ഇവിടുത്തെ മറ്റു മതവിഭാഗങ്ങളുടെ വിശ്വാസങ്ങൾക്ക് എതിര് നിൽക്കുകയും അത് നടത്തിക്കില്ല എന്ന് പറയുന്നതും നിന്റെ വർഗത്തിൽപ്പെട്ടിട്ടുള്ള ചില വേട്ടാവളിയന്മാരും മാത്രമാണ് കേട്ടോ. അല്ലാതെ ഇവിടുത്തെ മുസ്ലിങ്ങളോ ക്രൈസ്തവരോ നല്ല ഹൈന്ദവ മത വിശ്വാസികളൊന്നും ഇതിനെക്കുറിച്ചിട്ടൊരു അക്ഷരം പോലും മിണ്ടിയിട്ടില്ല എൻ്റെ കാളിയണ്ണ. അപ്പൊ കാളിയണ്ണ, അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അപ്പൊ ഇതിനുള്ളൊരു മറുപടി എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങൾ കൊടുക്കുക. പോയി വരാം.